ചിരിച്ചവർ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവന് മാത്രമേ എങ്കിലും നീ എന്നെ കണ്ടതോ അതിശയം എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവന് മാത്രമേ. പ്രതിസന്ധികളുടെ നടുവിൽ അനുദിനം നമ്മെ കാത്ത് പരിപാലിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പുതുജീവൻ ശ്രോതാക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ പുതുവർഷ ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ എല്ലാ നിലയിലും പ്രയാസത്തിലാക്കിയ വർഷം മാറി പുത്തൻ അനുഗ്രഹവുമായിട്ട് കർത്താവ് നമ്മെ നടത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ബൈബിളിൽ പല സ്ഥലത്തും പരീക്ഷകളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച്, കഷ്ടങ്ങളെക്കുറിച്ച് നമ്മെ ശക്തമാക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ക്രൂസിലല്ലാതെ കിരീടമില്ല എന്ന ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുന്നു. യേശു കർത്താവിൻ്റെ കാൽവരി ക്രൂസിലെ മരണമാണ് മനുഷ്യ സമൂഹത്തെ മുഴുവനും പാപത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവനിലേക്ക് നടത്തുവാൻ കാരണമാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി തീർന്നു എന്ന വചനം പോലെ തന്നെ യേശു കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ചില വചനങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നൽകിയിട്ടുണ്ട്. യോഹന്നാൻ 16:33 പറയുന്നത്, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയുടെ ജീവിതം അല്ല എന്ന് ഞാൻ അടിവരയിട്ട് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ സ്വീകരിച്ച എന്നെ നടത്തിയ വചനങ്ങളിൽ അതിശക്തമായി ഈ 42-43 വർഷങ്ങളും എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരുവചനമാണ്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ പിന്നാലെ പോയവരെ വഴിയിൽ തള്ളിയിട്ട് പോകുന്ന കർത്താവല്ല നമുക്കുള്ളത്. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-43 അധ്യായങ്ങൾ
ഞാൻ കൂടെ എടുത്തു പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അവിടെ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്ന വായിക്കാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവവചനമാണ് ഇത്, ദൈവത്തിൻ്റെ വാണിയാണ്. മനുഷ്യൻ പറയുന്നത് പോലെ അല്ല വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം പറയുന്നത്. മനുഷ്യർ ആരും തന്നെ ആരെയും അവർ പറയുന്ന പ്രോമിസുകൾക്കനുസരിച്ച്, അവരുടെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അതൊന്നും നിറവേറ്റാറില്ല. എന്നാൽ യേശു കർത്താവ് പറയുന്ന ഓരോ വചനവും വിശ്വാസികളുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ ശക്തനായ കർത്താവ് നമുക്കുണ്ട്. അതുപോലെ 43 പറയുന്നത്, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നത്, ഭയപ്പെടുത്തുന്ന ധാരാളം സംഭവ വികാസങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ വിഷയങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭയപ്പെടുത്തുന്ന വിധത്തിലാണ്. എന്നാൽ ദൈവം ശക്തമായിട്ട് നമ്മോടുകൂടെ പറയുകയാണ്, ഭയപ്പെടണ്ട. വീണ്ടും വായിക്കുമ്പോഴേ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. എനിക്ക് വളരെ വ്യക്തമായ രീതിയിൽ അറിയാം. ആരെല്ലാം വഴിയിൽ തള്ളിയിട്ട് പോയാലും, ഈ ലോകത്ത് ഉള്ളവരെല്ലാം നമ്മെ കൈവിട്ടാലും, ആരെല്ലാം ഇടിച്ചു താഴ്ത്തുവാൻ നോക്കിയാലും, ആരെല്ലാം അപവാദ കഥകൾ പറഞ്ഞ് പരത്തിയാലും, ആരെല്ലാം നിന്ദിച്ചാലും പുച്ഛിച്ചാലും, എല്ലാവരും നമ്മോട് അസൂയുള്ളവരായി നന്നാവുകയില്ല, നന്നാവുകയില്ല, നന്നാവുകയില്ലെന്ന് പറഞ്ഞ് നമ്മെ ശപിച്ചാലും, ഈ ശാപങ്ങളൊന്നും ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ പൈതലേ നിനക്ക് വാദിക്കുകയില്ല. ശാപങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ എനിക്കൊരു കാര്യം സത്യമായിട്ട് എല്ലാവരോടും പറയാനുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുകയും അതിനുശേഷം നമ്മൾ ദൈവപൈതലായി തീരുകയും ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും യേശുക്രിസ്തുവിൻ്റെ പുണ്യാഗ രക്തത്താലും നമ്മെ മുദ്രയിട്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് വരുന്ന ഒരു ശാപവും നമ്മെ ബാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവമെതിരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച എല്ലാവരോടും പറയുകയാണ്, ഒരു വാദയും നിന്റെ കൂടാരത്തിൽ വാദിക്കുകയില്ല. ഒരു ശത്രുവിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, എൻ്റെയും നിങ്ങളുടെയും ദൈവം, വാക്കുകൾക്കൊരിക്കലും മാറ്റം ഇല്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ
ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇവിടെ പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ കവിയുകയില്ല, നീ തീയിൽ കൂടി കടന്നാൽ. നമുക്കറിയാമല്ലോ, ശദ്രക് മേശക് അബേദ്നെഗോ ദാനിയേലിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ പറയുന്ന ആ 3 എബ്രായ ബാലന്മാര്, അവരെ തീയിൽ 7 മടങ്ങ് ശക്തിയുള്ള തീയിൽ വലിച്ചിട്ടെങ്കിലും ആരെല്ലാം 2 മല്ലന്മാർ ചേർന്നാണ് ഓരോരുത്തരെ തീയിൽ വലിച്ചിട്ടത്. ആ തീയുടെ മണമടിച്ച് ഈ മല്ലന്മാർ കത്തിയെരിഞ്ഞു. എന്നാൽ ദൈവഭക്തന്മാരായ ശദ്രക് മേശക് അബേദ്നെഗോ അവരെ തീയിൽ വലിച്ചിട്ടെങ്കിലും രാജാവും പ്രജകളും നോക്കി നിൽക്കെ 4-മതൊരുവൻ ആളിക്കത്തുന്ന തീയുടെ നടുവിൽ ഈ 3 ഭക്തന്മാരോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട് ഈ രാജാവും പ്രജകളും നെട്ടി വിറച്ചിട്ട് ശദ്രക് മേശക് അബേദ്നെഗോയുടെ ദൈവത്തെ ആരാധിക്കുമെന്ന് കൽപ്പന പുറപ്പെടുവിക്കത്തക്ക വിധത്തിൽ അവിടുത്തെ ചരിത്രത്തെ തിരുത്തി എഴുതിയെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ചരിത്രം ഈ പുതുവർഷം തിരുത്തി എഴുതാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ചരിത്രം തിരുത്തി എഴുതുവാൻ പോവുകയാണ്. നിങ്ങൾ ഈ വാക്യം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. ദൈവം നിങ്ങളുടെ ചരിത്രം തിരുത്തി എഴുതുവാൻ പോവുകയാണ്. കഴിയയില്ലെന്ന്, നിന്നെ തളർത്തുമെന്ന്, നീ രക്ഷപ്പെടുകയില്ലെന്ന്, നീ മുന്നോട്ട് പോവുകയില്ലെന്ന്. ഹല്ലേലൂയ. കണ്ണൂർ ജില്ലയിൽ MBBS പഠിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവ് അവൻ്റെ ഫൈനൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ അവന് പേടി കൊണ്ട് ശത്രു അവനെ തളർത്താൻ നോക്കി. അവൻ്റെ വിധവയായ അമ്മയും അവനും എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പല പ്രാവശ്യം, ഒരു ദിവസം 1-2 പ്രാവശ്യം ഈ യുവാവും അവൻ്റെ അമ്മയും പ്രാർത്ഥനയ്ക്കായിട്ട് പറഞ്ഞു. എൻ്റെ കർത്താവ് ആ കുഞ്ഞിൻ്റെ ഭയം മാറ്റി അവനെ പരീക്ഷ എഴുതുവാൻ അനുവദിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. അനേകർ വിദേശത്ത് പോകുവാൻ, ഗൾഫിൽ പോകാൻ ആഗ്രഹിച്ച് ഫോൺ വിളിക്കുന്നുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ തടസ്സങ്ങളെല്ലാം മാറ്റുവാൻ കഴിയുന്നവൻ ഇവിടെ ഉണ്ട്. യേശു കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിലും രക്തത്തിലും ആശ്രയിക്കുക. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-43 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എനിക്കെപ്പോഴും ഇഷ്ടമുള്ള യോശുവയുടെ പുസ്തകത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ചെങ്കടൽ കടന്ന്
അവർ ഒരാഴ്ചക്കകം വാഗ്ദത്ത ദേശത്തേക്ക് എത്താൻ കഴിയുന്ന ഈ ഇസ്രായേൽ ജനം ദൈവത്തോടും മോശയോടും പിറുപിറുത്തത് കൊണ്ടും നന്ദിയില്ലാത്തത് കൊണ്ടും ദൈവം ഇവരെ 40 വർഷം മരുഭൂമിയിൽ വട്ടം കറക്കി. അവിടെ മന്ന കൊടുത്ത്, കാടപ്പക്ഷിയെ കൊടുത്ത്, ജലം കൊടുത്തു, എല്ലാമാണെങ്കിലും അവർ വട്ടം കറക്കി. അവരെ അവസാനം മോശസ് രണ്ടാമത് പാറയോട് കൽപ്പിച്ച് ഇസ്രായേൽ ജനത്തിന് കുടിക്കുവാൻ വെള്ളം പുറപ്പെടുവിക്കാൻ പറഞ്ഞപ്പോൾ ഒരഹങ്കാരം ഇങ്ങോട്ട് വന്നിട്ട് ഞാനിപ്പോൾ പാറയിൽ അടിച്ച് ജലം നിലർത്തി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് മോശ ദേശത്തോട് പാറയെ അടിച്ചു, ജലം കൊടുത്തു. പക്ഷേ മോശ ചെയ്ത പാപം ഇത്ര മാത്രമേ ഉള്ളൂ. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് പാറയെ അടിച്ചു. നിങ്ങളോട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുകയും, ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. മനുഷ്യൻ്റെ പ്രകൃതി ഇതാണ്. ഇന്നത്തെ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. പാടില്ലാത്തത് ചെയ്തു, ദൈവം പറഞ്ഞത് ചെയ്തിട്ടില്ല. ഇവിടെ മോശ മരിച്ചു. ഇസ്രായേലിന് നായകൻ വേണം. മോശയുടെ സ്ഥാനത്തൊരു നായകനെ വേണം. ആ നായകനെ ഒറ്റുനോക്കാൻ പോയ വിശ്വസ്തനായ യോശുവയെ തിരഞ്ഞെടുത്തു. യോശുവയെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവവും ഇസ്രായേൽ ജനവും പറഞ്ഞ കാര്യങ്ങൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. അത് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാര് ഈ അധ്യായം വായിക്കണം. അവിടെ പറയുന്നത് 1-ാം അധ്യായം 7-ാം വാക്യം, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ബലഹീനരായ മനുഷ്യൻ, ലോകത്ത് ബലഹീനരായ മനുഷ്യരെയാണ് ദൈവം ഏറ്റവും ടോപ്പിലാക്കിയിട്ടുള്ളത്, ഏറ്റവും ഉന്നതന്മാരാക്കിയത്. എങ്ങനെ? അവനിൽ ഉണ്ടായിരുന്ന ധൈര്യം, അവൻ്റെ ഉറപ്പും ധൈര്യവും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ വിടുവിക്കുമെന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ദൈവം ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്നും ദൈവവചനത്തിലൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധ വച്ച് കേട്ട് ദൈവവചനങ്ങളെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു വിധത്തിലുള്ള ഫണ്ട് പിരിവുമില്ല.
എന്നാൽ ചില സഹോദരന്മാർ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും തരും എന്ന കാര്യം സംശയമില്ല. അത് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ യോശുവയോട് പറയുന്നതിൻ്റെ ദൈവം പറയുന്ന കപ്പാസിറ്റി നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. വീണ്ടും 9-ാം വാക്യം, ഇതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കണം, നോട്ട് ചെയ്യണം. 9-ാം വാക്യം വായിക്കുമ്പോൾ വീണ്ടും പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകണം, ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കൾ അവര് ലോകത്തുള്ള ഒരു കാര്യങ്ങളിലും ആശ്രയിക്കല്ല്, ലോക മനുഷ്യരിൽ ആശ്രയിക്കല്ല്, ലോക സമ്പത്തിൽ ആശ്രയിക്കല്ല്. ഇവിടെ നിന്ന് ലോകത്ത് നിന്ന് താൽക്കാലികമായി ലഭിക്കുന്ന ഈ ഭൗതിക നന്മകളിൽ ആശ്രയിക്കല്ല്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 40 വർഷത്തിന് മുമ്പ് തിരുവല്ലായിൽ സാൽവേഷൻ ആർമിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ ഞാൻ ഈ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ ഈ വചനങ്ങളാണ് പ്രസംഗിച്ചത്. പമ്പില് തോമാച്ചൻ എന്ന് പറയുന്ന അച്ചാൻ ഉൾപ്പെടെ അനേകര് അവിടെ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചത് ഒരമ്മാമ, അവർ തിരുവല്ല കുരിശുമൂട്ടിന് അടുത്തുള്ള ഒരമ്മാമയായിരുന്നു. ഞാൻ ഈ വാക്യം നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറഞ്ഞ ഈ വാക്യം അവർക്ക് ഡയറക്റ്റ് അവരുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കി. അവർക്ക് മാറ്റമുണ്ടാക്കി. അവരുടെ ഹൃദയത്തെ ആഴത്തിൽ തറച്ചു. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം പ്രാപിച്ചു. എന്നെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി എന്നെ വളരെ മാനിച്ചു, ആദരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ തിരുവചനങ്ങൾ, യോശുവയോട് പറഞ്ഞ വചനങ്ങൾ കേട്ടപ്പോൾ അവർക്ക് ധൈര്യമുണ്ടായി, അവർക്ക് ഉറപ്പുണ്ടായി. എന്ത് വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി നമുക്ക് യാത്ര ചെയ്യാം. ഈ ലോകം തരുന്ന ദുഃഖങ്ങളുടെ നടുവിൽ, ലോകം തരുന്ന കഷ്ടതകളുടെ നടുവിൽ നമ്മെ ദൈവസന്നിധിയിൽ നമ്മെ കൊടുക്കാം. 18-ാം വാക്യം, ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം. ഉറപ്പും ധൈര്യമുള്ളവരായി മാത്രം ഇരുന്നാൽ. സ്തോത്രം. ഉറപ്പും ധൈര്യവും ഉള്ളവരായി മാത്രം ഇരുന്നാൽ. ഈ അത്ഭുത വിടുതൽ എന്ന പുസ്തകം 40,000 കോപ്പികളാണ് അടിച്ചത്. ഈ അത്ഭുത വിടുതലിൽ ഇതേപോലുള്ള അനേക സന്ദേശങ്ങളുണ്ട്. ഇത് അനേക ലക്ഷക്കണക്കിന് ആളുകളെ രൂപാന്തരപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും ശക്തി ലഭിക്കാനും ഇടയായിട്ടുണ്ട്. ഇതുപോലുള്ള അനേക പുസ്തകങ്ങൾ 7 സഭകളുടെ നാട് തുർക്കി അനേക പുസ്തകങ്ങൾ എനിക്ക് രചിക്കുവാൻ കഴിഞ്ഞത് ഇല്ലായ്മകളുടെ നടുവിലും നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി നിൽക്കാൻ ഇടയായതുകൊണ്ടാണ്. ഈ വചനങ്ങൾ, കർത്താവ് നമ്മോട് പറയുന്ന ഈ തിരുവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുവാൻ വേണ്ടി പറയുകയാണ്.
മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ കിരിപ്രഭാഷങ്ങൾ. യേശു പറയുന്നത്, അവിടെ പറയുന്നത് എന്താണ്? 3 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ, സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ വചനം, ഈ 5-5 എൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടെത്താൻ മുഖാന്തരമായ 3-ാമത്തെ വചനമാണ്. സൗമ്യതയുള്ളവർ. ഞാൻ പറയും, സ്ത്രീകളുടെ ഐശ്വര്യം എന്നത് ക്രിട്ടിക്കും ഇങ്ങനെ തേച്ച് പൗഡറും ഒക്കെ പൂശി മേക്കപ്പൊക്കെ ചെയ്ത് നടക്കുന്നതല്ല സ്ത്രീകളുടെ ഐശ്വര്യം. പിണങ്ങരുത് ആരും. സ്ത്രീകളുടെ ഐശ്വര്യം നിങ്ങളുടെ സൗമ്യതയാണ്. സൗമ്യതയും വിനയമുള്ള വ്യക്തികളെ എല്ലാവരും സ്വാധീനിക്കും. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമായിരുന്നു. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാവുക കൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കും. ഈ പുതുവർഷം, ഈ 2021 നമ്മളുടെ സന്തോഷത്തിൻ്റെ വർഷമായി, അനുഗ്രഹത്തിൻ്റെ വർഷമായി, വിടുതലിൻ്റെ വർഷമായി, ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മുക്തി നേടുന്ന വർഷമായി മാറാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അവനായി കാത്തിരിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ അമ്പുള്ള കരങ്ങളിൽ എല്ലാവരെയും തരികയാണ്. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാൻ, ശക്തി പ്രാപിക്കുവാൻ, ബലം പ്രാപിപ്പാൻ, കൃപ പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവർക്കും കൃപ ചൊരിയണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ.